ഇന്ന് ഇച്ചിരി ചിക്കൻ മേടിച്ച് ചിക്കൻ കറി വെക്കാനും പോവാണേ. ചിക്കൻ കറി വെക്കാനും ചിക്കൻ വറക്കണം. ആദ്യമേ ചിക്കനെല്ലാം കഴുകി വെച്ചു. പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സവോള അരിഞ്ഞത് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റാൻ പോവാം. രണ്ട് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിക്കൻ വറുത്തതിന് ഇച്ചിരി പേസ്റ്റാക്കി ഇടണം. എന്നിട്ട് പിന്നെ ഇച്ചിരി ഇരുന്നാഴി ബിരിയാണി അരി ഇരിപ്പുണ്ട്, അതും കൂടെ വെച്ച് പിള്ളേർക്ക് ഇച്ചിരി ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സാധനങ്ങളൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ വെച്ച് ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചിക്കൻ മേടിച്ച് ഒത്തിരി നാളായി ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ മേടിച്ചപ്പം പിള്ളേർ രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് വഴക്കാം, ചിക്കൻ മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ എന്നാ വിചാരിച്ചു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ മേടിച്ച് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ബ്രൗൺ ഷെയ്ഡാക്കണം. ബ്രൗൺ ഷെയ്ഡായാലേ ഇത് വരുന്നതായിട്ട് വരത്തുള്ളൂ. നല്ലപോലെ വഴറ്റണം. അടുത്ത അടുപ്പിലിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള ഇച്ചിരി സവോളയും കിസ്മിസും ഒക്കെ വറുത്ത് കോരി എടുക്കാം. കുറച്ച് സവോളയും ചിക്കൻ അപ്പത്തേന് കുക്കറിനകത്ത് വെന്ത് വെച്ചേ. ചിക്കനാണെങ്കിൽ മസാലയൊക്കെ വെച്ച് ഇത് വെന്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെയിട്ട്. ഇതിനിപ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാം. അവിടെ കൊണ്ടുവെക്ക്. അതും ഒരു വറക്കുവാണ്, നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ വറുത്തത് ബ്രൗൺ ഷെയ്ഡായപ്പോൾ നമ്മൾ വറുത്ത് കോരി എടുക്കുക. നമ്മൾ ചിക്കൻ വെന്തിരിക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും മസാല മുളക് പൊടിയും ഒക്കെ ഇട്ടുണ്ട്. കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇടുന്നു. അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുക്കുക. വേറെ പാത്രം എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തീ കുറച്ചിട്ട് ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ വറക്കാനുണ്ട്. ലെഗ് പീസ് 2 എടുത്ത് വറക്കാം. നമുക്ക് ഒരു ലെഗ് പീസ് ഇട്ട് ഇച്ചിരി മസാലപ്പൊടിയും അതിൻ്റെ അത് വെന്തപ്പോൾ ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ പേസ്റ്റാക്കി ഇട്ടിട്ടാണ് ഞാൻ വെന്തത്. അപ്പം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിൻ്റെ അകത്തുണ്ട്, മിക്സാക്കിയാണ് ഞാൻ വെച്ചത്. ഒരു കുരുമുളക് പൊടി അതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. ഞാൻ അത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഇച്ചിരി മസാലപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു റെഡ് കളർ വേണം അതിന്. വെന്ത് കിട്ടുന്ന ഒരു നല്ല കുഞ്ഞുങ്ങളുണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. അവന്മാർ ചിക്കൻ കണ്ടേ പിന്നെ അവന്മാർക്ക് ചിക്കൻ വേണം. കഴിക്കുന്നിടം വരെ ഒരു സമാധാനം വേണം. ഇതിൻ്റെ അകത്തോട്ട് സൗകര്യത്തിനാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് അങ്ങ് കളറ് ചേർത്ത്, കളറല്ല മുളക് പൊടിയും മസാലപ്പൊടിയാണ്. ഫുഡ് കളറൊന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യത്തില്ല, ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതായിരുന്നു. എന്ത് മുളക് പൊടി ഇച്ചിരി എരിവില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ പൊടിപ്പിക്കുന്നത്, വീട്ടിലുണ്ടാക്കി പൊടിപ്പിച്ച് വയ്ക്കുന്നതാണ്. ലെഗ് പീസ് 2 ലെഗ് പീസുണ്ട്, 2 പേരുണ്ട്.
2 പിള്ളേർക്കും വേണ്ടി ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണം. ഇച്ചിരി ചിക്കൻ കഷ്ണം കൂടെ വറുത്ത് വെക്കും. അവന്മാർ വറുത്തതേ ചിലപ്പോഴേ കറി കൂട്ടത്തുള്ളൂ. വറുത്തത് അവന്മാർക്ക് ഇഷ്ടം. 2 ലെഗ് പീസ് കോഴി വെട്ടാൻ പോയപ്പോഴേ അവന്മാർ പറഞ്ഞു 2 ലെഗ് പീസ്. ബംഗാളിയാണ് അവിടെ വെട്ടുന്നത്. അയാളോട് പറഞ്ഞു ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞു. ലെഗ് പീസ് ഒന്ന് മാറ്റിയെടുത്തതാണ്. ഞാൻ പിന്നെ സെപ്പറേറ്റ് അത് വറുത്തത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ മറ്റേനൊക്കെ ഉള്ളത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി വരുന്നതും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കി മഞ്ഞപ്പൊടി മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കതൊരു ഒരുമിച്ച് കുക്കറിനകത്ത് വെച്ച് വേവിക്കാൻ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെള്ളം തീരും. ഇതിനൊക്കെ സമയമെടുക്കും. ഇനി അടുത്ത് നമുക്ക് ചിക്കനിലോട്ട് പോകാം. നല്ല ബ്രൗൺ ഷെയ്ഡാണ്, നല്ല പറ്റത്തില്ല. ഇനി നമുക്ക് ബാക്കി വരും ചിക്കൻ കറിയിലോട്ട് പോവാണ്. സവാളയൊക്കെ ആ പാനിൻ്റെ അകത്ത് വഴറ്റി വന്ന് മസാലയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ വറക്കാൻ ബാക്കി വന്ന മുളക് പൊടി ഇട്ടില്ലേ, അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്കറിനകത്ത് ഒരു വിസിലും കൂടെ അടിക്കുമ്പോൾ ഇതിലാണ്. ഇനി നമുക്ക് അരി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കത്തിയിട്ട് കുതിർത്ത് വെച്ചേക്കുക. അത് കോരി വെക്കുവാണ്. പിന്നെ ചിക്കനൊക്കെ വറന്ന് വന്നോളൂ. നമുക്ക് കോരി ഇത് തോർന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇത് 5 മിനിറ്റോളം തോർത്താൻ വെച്ചിട്ട് കുക്കറിലോട്ടിട്ട് നമ്മൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് പിന്നെ എസൻസും കൂടെ ഒഴിച്ച് പിന്നെ നമ്മൾ ഇത്തിരി ക്യാരറ്റൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. ക്യാരറ്റും മസാല പൊടിച്ചതെല്ലാം കൂടി ഇട്ട് അതും കാണുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് അടിച്ച് കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ വെള്ളമെല്ലാം തോർന്ന് ഇങ്ങനെ വന്ന് അപ്പോഴത്തേനും എല്ലാം റെഡിയായി. കറിയും റെഡിയായി,